ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മളുടെ വിഷയം കൃഷി ചെയ്യുന്നവർക്കെല്ലാം വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. ഇപ്പം മഴക്കാലം എല്ലാം മാറിയിട്ടുണ്ട്, കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് വെള്ളമില്ലാത്ത ആളുകൾക്ക് ഇനി അങ്ങോട്ട് വരുമ്പോൾ കൃഷി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത്. മറ്റൊന്നുമല്ല, നമ്മൾ കുക്കുംബറാണ് ഇന്ന് നമ്മൾ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുക്കുംബർ നടുമ്പോൾ അതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്ന രീതിയിൽ പോട്ടി മിക്സ് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വിളവും ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വെള്ളത്തെ പിടിച്ചു നിർത്തി ചെടിക്ക് നല്ല രീതിയിൽ വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള പോട്ടി മിക്സ് തയ്യാറാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ നിങ്ങൾക്കിത് പ്രയോജനമായെന്ന് തോന്നുകയാണെങ്കിൽ മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ജനുവരിയിൽ ഏതൊക്കെ കൃഷികൾ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ കയറി കാണണം. കാരണം നിങ്ങൾക്കൊക്കെ മനസ്സിലാകും ഈ മാസം നമുക്ക് എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റും, അതിനെ എങ്ങനെ പരിചരിക്കണമെന്നൊക്കെ. ദേ കണ്ടോ, ഇത് കുക്കുംബറാണ്. കുക്കുംബറിൻ്റെ തൈ മുളച്ചു വന്നു, ഇതിൻ്റെ പറിച്ചു നടാൻ പ്രായമായിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ പറയാം, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ വിത്താണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളത് മുളപ്പിക്കാനിടണം. അപ്പം നമുക്കിത് എങ്ങനെയാണ് നടുന്നതെന്ന് കാണാം. ഇതേ ഓൾറെഡി ഞാനിവിടെ നട്ടിട്ടുണ്ട്. ബക്കറ്റാണ് ഞാൻ ഇതിനായിട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇന്നലെ ഞാൻ 2 ബക്കറ്റിൽ നട്ടു. അതിന് ശേഷം അപ്പോൾ വിചാരിച്ചു നിങ്ങളെ കൂടെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അന്നേരം ഞാൻ തന്നെ ഇതുപോലെയുള്ളൊരു ബക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചുവട്ടിൽ ഞാൻ കമ്പി പഴിപ്പിച്ചിട്ട് അതിന് ഹോൾ ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ കുറച്ചധികം ഹോൾ ഇട്ടിട്ടുണ്ട്. ഒരു രീതിയിലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഇൻ കേസ് നമ്മുടെ കാലാവസ്ഥയൊന്നും പറയാൻ പറ്റത്തില്ല, മഴ വല്ലതും ഇനി പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. എന്നാൽ ഈ വരൾച്ച വരുമ്പോഴത്തേന് നമുക്ക് നല്ല രീതിയിൽ ഇതിൽ വെള്ളം ഹോൾഡ് ചെയ്യാൻ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ആദ്യം നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ കാണും തൊണ്ടല്ലേ, തൊണ്ട് ഇതിൻ്റെ താഴ്വശത്തെല്ലാം ഇങ്ങനെ അടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് 2 ഗുണമാണുള്ളത്. ഒന്ന്, വെള്ളത്തെ പിടിച്ചു നിർത്തുന്നു. 2, ഇതിൻ്റെ ഹോളിനകത്തൊക്കെ മണ്ണൊക്കെ വീണിട്ട് ഹോൾ അടഞ്ഞു പോകാതെ സംരക്ഷിക്കുന്നു. പിന്നെ നമ്മൾ ഇതിനകത്ത് തന്നെ ഇതുകൊണ്ടുള്ള ചിരട്ട ഇറക്കി വെക്കണം. ഒരു ഹോളും ഇല്ലാത്ത ടൈപ്പ് ചിരട്ട. ഇതെന്തിനാണെന്ന് മനസ്സിലായോ? ചിരട്ട നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അതിനകത്ത് ഹോൾഡ് ചെയ്ത് നിൽക്കും. കുറച്ച് ചെടി അത് വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ നമ്മുടെ വേനൽക്കാലത്ത് നല്ലൊരു പ്രോസസ്സാണ് ഇത്. ഇനി അടുത്തതായിട്ട് ഞാൻ തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട് കരിയിലയും അതുപോലെ പച്ചിലയും കരിയിലയും. ഇത് രണ്ടും കൂടെ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ആകാനായിട്ട് സഹായിക്കുന്നുണ്ട്. അത് തന്നെ അല്ല, ഇത് കണ്ടോ, ഞാനിവിടെ വാഴക്കച്ചി എടുത്തിട്ടുണ്ട്. വാഴക്കച്ചിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ടെന്ന്. ഇത് കമ്പോസ്റ്റായി വരുമ്പോഴത്തേനും ചെടിക്ക് അത്യാവശ്യം വേണ്ടുന്ന, വേറെ വളമിട്ട് കൊടുക്കണം, എന്നാൽ അത്യാവശ്യം വേണ്ടുന്ന പൊട്ടാസ്യം ഇതിൽ നിന്ന് ചെടികൾക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഇതില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ തൂത്തുകൂട്ടുന്ന കരിയിലയോ അല്ലാത്ത കരിയിലയോ ഒക്കെ എടുത്താലും മതി. ഇനിയും ആദ്യം ഞാൻ കരിയില ഇട്ട് കൊടുക്കുവാണ്. ഇതങ്ങ് താന്നു പൊക്കോളും, മാക്സിമം ഇതങ്ങ് പൊടിഞ്ഞു പൊക്കോളും. ഇനി നമുക്ക് പച്ചില ഇട്ട് കൊടുക്കാം. മാക്സിമം കുത്തി നിറച്ച് വെക്കുക. ഇപ്പോൾ ഇത്രയാണെങ്കിൽ ഇതങ്ങ് കമ്പോസ്റ്റ് ആകുമ്പോഴത്തേന് ഇതങ്ങ് പൊടിഞ്ഞ് വളരെ കുറച്ചായിട്ട് മാറുവേ. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ പോട്ടി മിക്സ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്തൊക്കെ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് കാണിക്കാം. ഇത് കണ്ടോ, നേരത്തെ നമ്മൾ നട്ടതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വിളവ് കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്രോ ബാഗിലെ മണ്ണ് അതേപോലെ എടുത്ത് ഇതിനകത്ത് ഇടുകയായിരുന്നു. ഇത് പുളിപ്പൊന്നും മാറ്റിയ മണ്ണല്ല, നമ്മുടെ ഒരു കൃഷി കഴിഞ്ഞതിന് ശേഷമുള്ള മണ്ണാണിത്. പിന്നെ അതുകൊണ്ട് ഇവിടെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കുമാണ്. ഞാനിപ്പോൾ ഇവിടെ വേണ്ട ഒരു പിടി സ്റ്റെറാമീൽ, ബോൺ മീലെന്നും സൂപ്പർ മീലെന്നും ഒക്കെ പല സ്ഥലങ്ങളിൽ പറയും. അതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു പിടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനകത്തോട്ട് ഞാൻ എടുക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു ഇത് പുളിപ്പ് കളഞ്ഞിട്ടുള്ള മണ്ണല്ലെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേണ്ട പച്ചക്കക്ക പൊടി ഇത്രയും ഒരു പിടി, 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ ഒരു തടത്തിനെന്നാണ് പച്ചക്കക്കയുടെ കണക്ക്. ഞാനിത് നമ്മൾ ഇപ്പോൾ ഈ വളത്തിൻ്റെ കൂടെ എല്ലാം ഇത് നമുക്ക് മിക്സ് ചെയ്യാം. വളത്തിൻ്റെ ഗുണം ഒട്ടും തന്നെ നഷ്ടപ്പെടത്തില്ല. അതോടൊപ്പം തന്നെ നമുക്ക് മണ്ണിൻ്റെ പുളിപ്പ് മാറി നല്ല രീതിയിലുള്ള പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് പറ്റുന്നു. സാധാരണ നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ഒക്കെയാണ് ഉപയോഗിക്കാറ്. കുമ്മായം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ മണ്ണിൽ വിതറിയതിന് ശേഷം വെള്ളം നനച്ചു കൊടുത്ത് 10 തൊട്ട് 15 ദിവസം വരെ നമ്മൾ അങ്ങനെ വെക്കും. അതിനുശേഷം പുളിപ്പ് മാറിയതിന് ശേഷമാണ് നമ്മൾ മറ്റു വളങ്ങൾ ചേർത്ത് ചെടികൾ നടാറുള്ളത്. എന്നാൽ ഡോളോമൈറ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഇതുപോലെ തന്നെ 3-4 ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് മറ്റു വളങ്ങൾ ചേർത്ത് ചെടി നടാനായിട്ട് പറ്റൂ. എന്നാൽ പച്ചക്കക്ക പൊടി ഉപയോഗിക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് മണ്ണിൻ്റെയും വളത്തിൻ്റെയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക്
നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. വളത്തിൻ്റെ വീര്യം നഷ്ടപ്പെടുത്തുമില്ല, അതുപോലെ തന്നെ മണ്ണിൻ്റെ പുളിപ്പ് മാറി കിട്ടുകയും ചെയ്യും. ഞാനിത് വാങ്ങിച്ചത് ഗ്രീൻ വാലി ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്നായിരുന്നു. ഇതിന് 1 കിലോയ്ക്ക് 20 രൂപയാണ് റേറ്റ്. ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ 10 കിലോയുടെ ഒരു ഇത് വാങ്ങിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാം. കൊറിയറും ഉള്ളതാണ്. കൊറിയർ ഉള്ളതെങ്കിൽ കൊറിയറിൻ്റെ എക്സ്ട്രാ ഫീസ് ഉണ്ടായിരിക്കും. അപ്പം 5 കിലോ എടുക്കുമ്പോഴാണ് 20 രൂപയ്ക്ക് കിട്ടുന്നത്. അത് ഓരോ കിലോ ആയിട്ട് നമ്മൾ അവിടെ പോയി ചെന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 23 രൂപയായിരിക്കും അതിൻ്റെ റേറ്റ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തു. കട്ടയായിട്ടൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ പൊടിച്ചു കൊടുക്കണം. നേരത്തെ ഗ്രോ ബാഗിലിരുന്ന മണ്ണായിരുന്നത് കൊണ്ടേ. ഇനി നമുക്കിത് നിറച്ച് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ കരിയിലയും പച്ചിലയും ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതങ്ങ് പൊടിഞ്ഞ് താഴും. അതുകൊണ്ട് ഇത് നിറച്ചു എടുക്കണം കേട്ടോ. അല്ലാതെ പകുതിക്ക് വെച്ച് സാധാരണ നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് പോലെ പകുതിക്ക് വെച്ച് നിറച്ചാൽ പോരാ. താഴത്തെ പച്ചിലയും കരിയിലയും എല്ലാം നന്നായിട്ട് ഇടിഞ്ഞ് താഴും. അതുകൊണ്ട് നമ്മളിത് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തൊരു 3 എണ്ണമാണ് നടാൻ പോകുന്നത്. ഇതേ നല്ല വേര് പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. മൂട് നന്നായിട്ട് ഉറപ്പിച്ച് കൊടുക്കണം. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേന് ഇളക്കം വന്നിട്ട് ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മൂട് നല്ല രീതിയിൽ ഉറപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം പുതയിടണം. നമുക്ക് വെള്ളം തളിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുതയിട്ട് കൊടുക്കണം. പച്ചിലയോ കരിയിലയോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പുതയിട്ട് കൊടുക്കാം. നമുക്ക് ഈ ചൂട് സമയമാകുമ്പോഴത്തേന് വെള്ളം ഒത്തിരി ബാഷ്പീകരിച്ച് പോകാതിരിക്കുന്നതിനും ചെടി ചൂട്ടിലോട്ട് വെയിലടിച്ച് കരിഞ്ഞു പോകാതിരിക്കുന്നതിനും അത് സഹായിക്കുന്നത്. കുക്കുംബർ പടർന്ന് കയറേണ്ട ചെടിയാണല്ലോ. അതുകൊണ്ട് തന്നെ പടർന്ന് കയറുന്ന സൗകര്യമുള്ള പന്തലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ കയറ് കെട്ടിക്കൊടുത്തോ ഒക്കെ നമുക്ക് എങ്ങനെയാണോ ഇതിനെ പടർത്താൻ സൗകര്യം ആ സ്ഥലത്തോട്ട് നമുക്കിതിനെ കൊണ്ട് വെക്കാവുന്നതാണ്. ബക്കറ്റിന് പിടിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ വേണമെങ്കിലൊക്കെ മാറ്റി വെക്കുകയും ചെയ്യാം. നമ്മൾ ഇത്രയും ചെയ്തു നല്ല രീതിയിൽ നട്ടുപിടിപ്പിച്ച് വെച്ചത് കൊണ്ട് ഇനി നല്ല രീതിയിൽ അങ്ങ് കിളുത്ത് വരുമെന്നല്ല. ഇനി നമ്മളൊരു 15 ദിവസം കൂടുമ്പോഴെങ്കിലും കുറഞ്ഞത് വളം കൊടുക്കണം. 7 ദിവസം കൂടുമ്പോൾ കൊടുത്താൽ ഏറ്റവും നല്ലത്. നമ്മുടെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ മറ്റു രീതിയിലുള്ള കമ്പോസ്റ്റോ നമ്മുടെ കയ്യിലുള്ള ഏത് തരം വളം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് പൂക്കാറാകുമ്പോഴത്തേന് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളം നിർബന്ധമായും കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ പൂക്കളും കായ്കളും നമുക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ കുക്കുംബർ നല്ല രീതിയിൽ വെള്ളം വേണ്ടുന്ന ഒരു ചെടിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ആ വെള്ളം എങ്ങനെ കുറച്ച് വെള്ളമാണെങ്കിൽ തന്നെ എങ്ങനെ നമുക്കതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് നട്ടിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.